ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. ഇവൻ്റെ പേരാണ് ഗ്രാമ്പു. ഗ്രാമ്പുവിന് കിട്ടിയ കഥയൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു, എന്താണ് ഈ ഗ്രാമ്പു എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നാന്നറിയില്ല, അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഇടാനാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ തറവാട്ടിലെ ഇവനെപ്പോലെ തന്നെ ഇരിക്കുന്നൊരു പൂച്ചയുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അപ്പോൾ അവൻ്റെ പേര് കറുമ്പു എന്നാണ്, കറുമ്പും ഗ്രാമ്പു. അത് പോരഞ്ഞിട്ട് നമ്മുടെ കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കിൽ തലനാട് ഗ്രാമപഞ്ചായത്തിൽ ഭൗമ സൂചികാ പദം കിട്ടിയിട്ടുള്ള ഒരു സുഗന്ധവ്യഞ്ജനമുണ്ട് കേട്ടോ. അതാണ് ഗ്രാമ്പു. 2025 കിട്ടിയത്. അപ്പോൾ അത് ചോദിക്കുന്നവരോട് അങ്ങനെ പറയും ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ആ പേരിട്ടത്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ നമ്മുടെ അയലൊക്കെ വീട്ടിലെ 2 കുട്ടികൾ നമ്മുടെ കുട്ടിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർക്ക് അങ്ങനെ കിച്ചുവിനും കിങ്ങിണിക്കും അവർക്ക് കിട്ടിയ 3 പൂച്ചക്കുഞ്ഞുങ്ങൾ ഒന്നാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തെ ഞാനന്നും പറയായിരുന്നു, നമുക്കുള്ള പൂച്ച നമ്മളെ തേടി വരും എന്ന് കേട്ടോ. എല്ലാ പൂച്ചകളും ഒരുപോലെയല്ല. അവർ വന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, നമ്മളെ ഇഷ്ടപ്പെടണം പൂച്ചകൾ നല്ല ഏത് മൃഗങ്ങളാണേലും. അങ്ങനെ അവൻ മൊത്തത്തിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് മണത്ത് നോക്കി, ഞങ്ങളൊക്കെ മണത്ത് നോക്കി ഓക്കെ ആയി കേട്ടോ. അവന് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴത്തെ വീട്ടിലെ കർമ്പൂസ്. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നല്ലേ, ഞാൻ ഞെട്ടിപ്പോയി. ഈ കർമ്പൂസിനെ ഇങ്ങനെ വഴിയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ താഴത്തെ വഴിയിൽ നിന്ന് ആരോ കറങ്ങിയിട്ട്, ഇതിൻ്റെ കൂടെ ഒരു മഞ്ഞപ്പൂച്ചയും കൂടെ ഉണ്ട് ഈ കർമ്പൂസിൻ്റെ കൂടെ. ഞാൻ കളഞ്ഞിട്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് ഞാൻ വീട്ടിൽ ചെറിയ പിള്ളേരായിരുന്നു, ചെറിയ പിള്ളേരായിരുന്നു. അതുകൊണ്ട് മാന്തു എന്നൊക്കെ കയറി ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. പക്ഷേ കയറി പോകുന്ന പുറകെ ഞങ്ങളുടെ മണം പിടിച്ച് കയറി പോകുന്നു. നമ്മുടെ തറവാട് വീടാണ് ആദ്യം ഇരിക്കുന്നത്. വീട്ടിൽ വന്ന് കയറി അവന്മാരിപ്പോൾ ഇത്രയും വലിപ്പോയി കണ്ടില്ലേ. അപ്പോൾ അവനെ പോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഇനിയിപ്പോൾ ഇവൻ്റെ ബന്ധുവാണോ, ഇവിടെ സഹോദരങ്ങളൊക്കെയാണോ എന്ന്, ഒരേ വീട്ടിലെ ഒക്കെയാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയി കേട്ടോ. അതുപോലെ ഇരിക്കുന്നു കണ്ടില്ലേ. അപ്പോൾ കർമ്പൂസ് ഞാനും വിചാരിച്ച് വലിയ പൂച്ചകളൊക്കെ ചെറിയ പൂച്ച കടിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പം കർമ്പൂസ് പ്രശ്നക്കാരനാണെന്നാണ് കരുതുന്നത്. ഒരു പ്രശ്നമില്ല. അവനാണ് പേടി നോക്കിയേ. ചെറിയ പൂച്ച ചെറുതായിട്ട് ചില ഒച്ചയൊക്കെ വെച്ച് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ തട്ടിപ്പോയ പുല്ലിൽ അങ്ങനെയൊക്കെ മണത്ത് വെക്കുന്നത് കണ്ടോ കർമ്പൂസ്. അപ്പം ഞാൻ ഇനി പ്രശ്നമാകുമെന്ന് കരുതി അവൻ ഈ പിള്ളേരെയൊക്കെ ഈ ഒരു പെട്ടിയുണ്ടല്ലോ, പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഇട്ട്, അങ്ങനെ ഒരു പെട്ടിയുണ്ട്, അതിനകത്തോട്ട് കയറ്റിയിട്ട് അവനെ അവിടെ ഇട്ടേച്ച് കേട്ടോ. അവിടെയും കർമ്പൂസ് വന്നിട്ടിങ്ങനെ ആ പെട്ടിയുടെ ഇപ്പുറത്ത് വന്ന് നോക്കിയാണ് അവനെ ഇറക്കുന്നത് നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പൂച്ചകളാണെങ്കിൽ അതുങ്ങളുടെ ഒരു വിവരമില്ലേ, അങ്ങനെ കണ്ടോ. വല്ലാത്ത അവനിഷ്ടമാണ് ആ പൂച്ചയിൽ, അതാണ് അങ്ങനെ നിൽക്കുന്നത്. കുഞ്ഞു പൂച്ചയാണെന്ന് അറിയാം. ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തു. അവൻ കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ. ഒരു മടിയില്ലാതെ അത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതിയെ നടന്ന് പോയി സ്റ്റെപ്പിൽ പോയി കിടന്നു കേട്ടോ. അപ്പോഴത്തേന് ഞാൻ മുഖം ശ്രദ്ധിച്ചു, അവൻ ആകെ വിഷമമാണ് കേട്ടില്ലേ. ഇവർ തമ്മിലുള്ള ആകെ കൂടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണ് കേട്ടോ. ഇവൻ്റെ നല്ല പഴുക്കാമഞ്ഞ കണ്ണാണ്, കറുപ്പിലും പഴുക്കാമഞ്ഞ കണ്ണ്. മറ്റവന് നീല കണ്ണാണ് കേട്ടോ. അതാണ് ആ കൂടെയുള്ള വ്യത്യാസം. അപ്പോൾ ഇവനിങ്ങനെ വിഷമിച്ച് കിടക്കും. ഞാൻ പറഞ്ഞു, പോടണം മോനെ, നീയാണ് നമ്മുടെ ആദ്യത്തെ പൂച്ച, നീ വിഷമിക്കുന്നു വേണ്ട, നിനക്ക് എന്താണല്ലേ ഞാൻ ഓരോ മീൻ മാറ്റി വെച്ചേക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഉള്ളിലെന്തോ കിടന്ന് ഇങ്ങനെ കായുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അത് ഞാൻ ഉറങ്ങുവാണ് എന്നുള്ള രീതി എന്നെ കളിപ്പിക്കുകയാണേ കണ്ട. എന്തോ ഉള്ളിലുണ്ട്, അതാണ്. അങ്ങനെ അവനെ കുറേ നേരമൊക്കെ ഞാൻ തന്നെ തൊട്ടും തലവടിയൊക്കെ അവൻ്റെ വിഷമമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. എന്നാലും അവൻ വലിയ കാര്യമായിട്ട് നമ്മളോട് അടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രതികരണമൊന്നുമില്ല കണ്ടില്ലേ. ഞാൻ ഉറങ്ങുവാണ് എന്നുള്ള രീതി എന്നെ പറ്റിക്കുകയാണേ കേട്ടോ. ഉറങ്ങുമല്ല, പാതി ഉറക്കമോ. ഒരു വാലക്കിട്ട് ഇങ്ങനെ അനക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ കയറി വന്ന് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആവും. കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് ഓർത്ത് ഞാൻ ഇറക്കി വിട്ട് കണ്ട. നേരെ അവൻ്റെ അടുത്ത് ചെന്ന് ഇനി ഒരു മണത്തൊക്കെയുള്ളൊരു നോട്ടമുണ്ട് കേട്ടോ. മൂക്കോട് മൂക്ക് മണത്ത് നോക്കും. കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ട. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യത്തെ ആ ഒരു പേടിയോ പരിങ്ങലോ ഒന്നും ചെറിയ പൂച്ചയ്ക്ക് ഇല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. രസം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചെറിയ പൂച്ചയ്ക്ക് നല്ല ബോധമാണ്. ഞാൻ പറഞ്ഞല്ലോ വീട് മൊത്തം ചെക്ക് ചെയ്തെന്ന്. വീട് മുഴുവൻ ചെക്ക് ചെയ്ത് ഞങ്ങളെയും മണത്ത് നോക്കി. പോരഞ്ഞിട്ട് ആ കർബൂസിനെ മനസ്സിലാക്കി. പിന്നെന്താ, അതിന് എന്ത് വെളിയിലൊക്കെ പോകാൻ തോന്നിയാൽ തന്നെ പോകും, കയറി വരികയും ചെയ്യും. ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് അവൻ നമ്മളോട് ചോദിക്കും, ഫുഡ് ചോദിക്കും, എല്ലാം ചോദിക്കും കേട്ടോ. കണ്ടില്ലേ, തീരെ കുഞ്ഞാണെന്നേ അടയ്ക്കാക്കുരിയെ പോലെ ഇരിക്കുന്നു. അവൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചോദിക്കാൻ പുള്ളിക്കറിയാം. അതായത്
അങ്ങനെ ഞാൻ മുറ്റത്തോടെയൊക്കെ ഇറക്കി വിട്ടു കേട്ടോ. അങ്ങനെ മുഴുവൻ മണത്തൊക്കെ നോക്കി നടന്നു. അത് സെർച്ചിങ് അവർക്ക് പറ്റിയ വീടാണോ എന്ന് അവർ നോക്കുന്നതാണ് അതൊക്കെ. കുറച്ചിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ കാണത്തില്ല, കർമ്മൂസിൻ്റെ കൂടെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവസാനം കർമ്മൂസ ഒക്കെ ഒരു കപ്പളമാണ് നിൽക്കുന്നുണ്ട്, കപ്പളത്തിൻ്റെ ചുവട്ടിൽ പോയി അങ്ങനെ ഇരുന്ന്. ഇനി എന്നാ വരുന്നത് എന്നറിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇടയ്ക്ക് വല്ലതും കിട്ടിയാലോ. ഇതൊക്കെ തന്നെ ഒരു കുറേ ഒരു 2 മണിക്കൂറത്തേക്ക് ഇങ്ങനെ വരുന്നു പോകുന്നു മണത്ത് നോക്കുന്നു. ഇതൊക്കെ തന്നെ കേട്ടോ, കുറേ നേരം ഞാനത് നോക്കിയിരുന്നു. അപ്പോൾ ഇവനാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പുതിയ കാവൽ. ഞാൻ ഓർക്കും എന്ന് ഈ അടയ്ക്കാക്കുരു വലുതാകുമെന്ന്. നമ്മുടെ വീട്ടിലെ പാറ്റയിലും എന്താ എലിയിലൊക്കെ പിടിക്കേണ്ട ആളാണ് പാമ്പിനെയൊക്കെ. പിന്നെ കുറച്ച് നേരം കളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, വളരെ ചെറിയ രീതിയിൽ. അതാ പറഞ്ഞു, അവൻ്റെ കൂട്ടത്തിലുള്ള പൂച്ച മാറി നിന്നിട്ട് പോലും അവന് ഒരു വിഷമവും ഇല്ല, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇതേ കറമ്പു ഇറങ്ങി അങ്ങ് പോയി കേട്ടോ പറമ്പിലോട്ട്. ഭയങ്കര ഒച്ചത്തിൽ കാറിക്കൊണ്ടാണ് പോയത്. ഞാൻ ഇത്രയും വിഷമമോ പൂച്ചയ്ക്ക്, ഭയങ്കര ഒച്ചത്തിൽ ഞാവൂ യവൂ എന്ന് പറഞ്ഞ് കറന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സമയത്തൊക്കെ കുറുക്കന്മാരുടെ ഇറങ്ങുന്ന, ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചു വാടാന്ന് പറഞ്ഞു. അപ്പോൾ പതിയെ നോക്കി നിന്നിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ നോട്ടോ ഇരിപ്പും തന്നെ രണ്ടും കൂടി. പൂച്ചകളാണെങ്കിലേ അവരുടെ ഒരു ചിന്തകൾ. പിന്നെ അവിടെ കുറേ നേരം സ്റ്റെപ്പേ നോക്കി നിന്നിട്ട് അവൻ ഇറങ്ങി വീട്ടിലോട്ട് പോയിട്ടാ. എന്ന് രാവിലെയും വൈകുന്നേരം വരും. രാവിലെ വന്നിട്ട് ഇങ്ങനെ വിളിക്കും. പിന്നെ ചെറിയ പൂച്ച പാലൊക്കെ കുടിച്ചു തന്നെ പോയി ഈ തട്ട് നമ്മൾ സാധനം വയ്ക്കുന്ന ഒരു സംഭവമില്ലേ, അത് പോയി തന്നെ കിടന്ന് ഉറങ്ങി. കണ്ടില്ലേ അന്നത് കുഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെ കളയാൻ തോന്നുമോ എന്തോ. പിന്നെയും കളിയും ബഹളമൊക്കെ ആയിട്ടങ്ങനെ നടപ്പായിരുന്നു കേട്ടോ. നല്ല ഇച്ചിരി ഫുഡിൻ്റെ കുറവിൻ്റെയൊക്കെ ആയിരിക്കും, ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് 3-4 ദിവസമായി അവനെ കൊണ്ടുവന്നിട്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ഓക്കെ ആക്കി വെച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് പൂച്ചയെ കാണാതെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരോട് അന്വേഷിച്ചു, പിള്ളേർക്ക് അറിയത്തില്ല അങ്ങോട്ട് പോയെന്ന്. പറമ്പും വീടും മുഴുവൻ അരിച്ച് പെറുക്കി എല്ലാവരും വന്ന് നോക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കണ്ടില്ല. എന്നിട്ട് മഴയും പെയ്തു. മഴയത്ത് ഞാൻ ഓർത്ത് മഴയത്തെങ്കിലും കയറി വരുന്നു. കുറേ കാറി കൂകി മഴയൊക്കെ നനഞ്ഞ് തപ്പി വഴിയെ കൂടെയൊക്കെ ഞാൻ പോയി. ഈ വഴി കൂടെ വന്നവരോട് പോയി ഇവിടെ എല്ലാം അന്വേഷിച്ചു. അങ്ങനെ അവസാനം കാർ കൂകി പെരക്കകത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ അലമാരിക്കകത്തുനിന്ന് ചടു എന്നൊരു ശബ്ദം കേട്ടു കേട്ടോ. ഞാൻ ഓർത്ത് വലിയ പാറ്റയൊക്കെയാണെന്ന് ചെന്ന് വെറുതെ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ശബ്ദം കേട്ടു. അപ്പോൾ 2-3 തുണി എടുത്ത് ഞാൻ അവിടെ നിന്ന് മാറ്റി കേട്ടോ. മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു വാല് കണ്ടു. അത് അവനായിരുന്നു. കുറച്ച് നേരത്തേക്കാണല്ലോ ആശ നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്താണ് എൻ്റെ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്, അതിനും കൂടിയുള്ള വോയിസ് കൊടുത്തിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ പൂച്ചകളുണ്ടെങ്കിൽ, നിങ്ങൾ പൂച്ചപ്രാന്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയുടെ പേരൊക്കെ ഒന്ന് ഞാനും കേട്ടോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.